ഹലോ, നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മളുടെ ജിയോ പൊളിറ്റിക്സിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അതായത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ കരാർ ഒപ്പുമൊക്കെ ഉണ്ടായി. ആ പ്രതിരോധ കരാറിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ലെങ്കിൽ തന്നെയും അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി പാകിസ്ഥാനെതിരെ ഏതെങ്കിലും രാജ്യം ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സൗദിക്കെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ സൗദിയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കപ്പെടും എന്നാണ് ഈ രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ കരാറിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം നമ്മളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം, ഇത് എത്രത്തോളം ഈ ഒരു പ്രതിരോധ കരാർ, കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ആ നിലനിൽക്കുന്ന ബന്ധത്തിൻ്റെ അവസ്ഥകളും ഒക്കെ അനുസരിച്ച് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നല്ല ബന്ധമാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനൊരു പ്രതിരോധ കരാറിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും അവസ്ഥകളും എന്തായിരിക്കും, ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് വീക്ഷിച്ച് കാണുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. സൗദിയും പാകിസ്ഥാനും തമ്മിലെ ബന്ധം 1960 മുതലുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ പ്രതിരോധ സഹായവും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയുടെ പലതരത്തിലുള്ള സഹായങ്ങൾ സൗദി റോയൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ റോയൽ ഫാമിലിക്കൊക്കെ ലഭിക്കുന്നുണ്ട് 1960 മുതലൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതായത് രണ്ടില് ഒരു രാജ്യത്തിന്, ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ, മൂന്നാമത് രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് മറ്റൊരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കും എന്നാണ്. അത് സംയുക്തമായിട്ട് അവർ നേരിടും. ഇപ്പം സൗദിയെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ സൗദിയുടെ സഹായത്തിന് എത്തിച്ചേരും. സൗദിയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും എന്നാണ് ഈ പാക്റ്റിലെ, ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അത് സൗദിക്കെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കി പാകിസ്ഥാൻ്റെ രക്ഷയ്ക്ക് സൗദി എത്തും എന്നുള്ളതാണ് ഈ പ്രതിരോധ കരാറിൽ പ്രധാനപ്പെട്ടൊരു കണ്ടീഷനല്ല, അതിനകത്തിലെ ഒരു പ്രതിരോധ കരാറിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അവരുടെ ആർമിയുടെ ഏറ്റവും ചീഫായിട്ടുള്ള അസീഫ് മുനീറും ഒക്കെ തന്നെ പങ്കെടുത്ത ചടങ്ങിലാണ് സൗദിയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് സൽമാൻ ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഈ രാജ്യത്തിനും എതിരായിട്ടുള്ള ആക്രമണമായിട്ട് കണക്കാക്കി സംയുക്തമായിട്ട് അവർ അതിനെ നേരിടും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ പല കരാറുകളൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പം ഇതിനെ അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു ഭീഷണിയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ, ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ അവിടുത്തെ വർദ്ധിച്ചു വരുന്ന അവരുടെ മറ്റു രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇപ്പോഴത്തെ. അപ്പോൾ അതിനെതിരെയൊക്കെ ഇപ്പോൾ ഖത്തറിലുണ്ടായിട്ടുള്ള മിസൈൽ ബോംബ് ആക്രമണങ്ങൾ, അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്, അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ഖത്തറിലായിട്ട് തന്നെ അമേരിക്കയുടെ സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ സെക്യൂരിറ്റിയാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം എപ്പോഴും ഉള്ളതെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും, അല്ലെങ്കിൽ അങ്ങനൊരു അവസ്ഥ അവിടെ, അല്ലെങ്കിൽ അമേരിക്കയും ഈ പറഞ്ഞ ഗൾഫ് നേഷൻസുമായിട്ടൊക്കെ ബന്ധം വളരെ ശക്തമാണ്. എന്നിട്ട് തന്നെ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. അത് അമേരിക്ക അറിഞ്ഞിട്ടില്ല, ട്രംപിനോട് ചോദിച്ചിട്ടില്ല, ട്രംപിനോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അമേരിക്ക അറിയാതെ ഇസ്രായേലിന് യാതൊരു രീതിയിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ അറ്റാക്കുകൾ നടത്താൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഒന്ന് ആശങ്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെയും ഇസ്രായേലിൻ്റെ കടന്നാക്രമണം ഉണ്ടാകാം, ഏത് സമയത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്ക തീർച്ചയായിട്ടും കൈ കെട്ടി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അമേരിക്ക പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ആശങ്കയും അഭിപ്രായവും ഒക്കെ തന്നെ ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുണ്ട്. സൗദി, UAE, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ, തീർച്ചയായിട്ടും അതിനൊരു മുൻകരുതലായിട്ടായിരിക്കാം സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു
അത് തന്നെയല്ല, പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരേ ഒരു മുസ്ലിം രാജ്യമാണ്, ഇസ്ലാമിക് നേഷനാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാകിസ്ഥാനെ ആയിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തന്നെ ഒരു ഡിഫൻസ് പാക്ട് അല്ലെങ്കിൽ ഒരു പ്രതിരോധ കരാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ നമുക്ക് അണ്ടർ റേറ്റ് ചെയ്യേണ്ട ഒരു പവറൊന്നുമില്ല. ഇപ്പം ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഒരു ലെസർ പവർ ആയിരിക്കും, പക്ഷേ എന്നാലും പാകിസ്ഥാൻ എന്ന രാജ്യം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു, മിലിറ്ററിലി പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാൻ്റെ ഒരു ഹെൽപ്പ്, ഇറാൻ മറുഭാഗത്ത് നിൽപ്പുണ്ട്, ഇസ്രായേലുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൗദി ടാർഗറ്റ് ചെയ്യുന്ന ഇസ്രായേലിനെയും ഇറാനെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറാൻ സൗദിയെ ആക്രമിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും സൗദിയും ഇറാനും തമ്മിൽ നമുക്കറിയാം അത്ര സുഖകരമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമല്ല. സൗദിയുടെ ഒരു ശത്രു രാജ്യം തന്നെയാണ് ഇറാൻ. പക്ഷേ ഇസ്രായേൽ മറുഭാഗത്തുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള പിന്നെ പ്രതികരണമാണ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ ഖത്തറിൽ നടന്ന ബോംബിങ്ങോട് കൂടി അവർക്ക് സംശയങ്ങളുണ്ട്. കരാറിലെ വ്യവസ്ഥകൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മുടെ റീജിയൻ, ഇന്ത്യയുടെ മേഖലയിലെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ ഗവൺമെൻറ്റുകൾ പരിശോധിച്ച് വരാനാണ്. കാരണം ഇത് ഇവർ തമ്മിലുള്ള ഈ കരാറിലേക്കുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കോ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾക്കല്ല ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാം. അപ്പോൾ അവരിതിനെ സൂക്ഷ്മമായിട്ട് തീർച്ചയായിട്ടും നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ഇല്ലേ, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാജ്യങ്ങൾ എടുക്കുമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയും ആ ഒരു നിലപാടുകൾ എടുക്കുകയും സൗദിയായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ വളരെ ആ, ഓരോ ദിവസം കഴിയുന്നതും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളെയും അവിടെ ആക്രമിക്കുക എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടർക്കിയും വളരെ ടർക്കിയുടെ പ്രസിഡന്റ് എർഡോഗാനും വളരെ അസ്വസ്ഥനാണ്. കാരണം ടർക്കിയെയും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ദിവസം വളരെ വിദൂരമല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഘർഷം രൂക്ഷമായിരിക്കുകയും ഇസ്രായേലിൻ്റെ വളരെ ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇതുപോലുള്ള പ്രതിരോധ കരാറിലെത്തിയെന്ന് ആണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ US-ൻ്റെ ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിലാണ് ഇസ്രായേൽ ബോംബ് ചെയ്തത് ഹമാസിൻ്റെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ ഇസ്രായേൽ ബോംബിങ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം പൊതുവേ നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ട്രംപും അമേരിക്കയുടെ ഭരണകൂടമൊക്കെ അത് പറയും, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഇസ്രായേൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൾഫ് നേഷൻസ്, പ്രത്യേകിച്ച് GCC കൺട്രീസ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ UAE, സൗദി, ഖത്തർ, ബഹ്റിൻ, ഒമാന്, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, സൗദി അറേബ്യ, അവരൊക്കെ തന്നെ അമേരിക്കയുടെ സുരക്ഷ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനകത്തിലൊക്കെ ഒരു സംശയവും ആശങ്കയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ആശങ്ക ഈ ഖത്തറിലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുകയും തീർച്ചയായിട്ടും ഇസ്ലാമിക രാജ്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ടുള്ള സെക്യൂരിറ്റി സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കാം ഇപ്പോൾ പാകിസ്ഥാൻ അത്യാവശ്യം ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ. ഒരേ ഒരു ഇസ്ലാമിക് നേഷനാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത്. ഇറാൻ ദശാബ്ദങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ അതിനെ ഒരു എന്താണ് പറയുന്നത്, എഫക്റ്റീവായിട്ട് അവർ ന്യൂക്ലിയർ പവറായി മാറിയിട്ടില്ല. കാരണം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വർഷങ്ങളായിട്ട് അവരുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് രണ്ടര വർഷങ്ങളായിട്ട് ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു കരാറെന്നാണ് സൗദിയിൽ നിന്നുള്ള അവരുടെ അധികാരികളുടെ വിശദീകരണം. ഏതെങ്കിലും രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഏതെങ്കിലും സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ, അവരുടെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദീർഘകാലമായിട്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പരസ്പര സഹകരണത്തിൻ്റെയൊക്കെ തെളിവാണ് ഇതെന്നാണ് സൗദിയുടെ പക്ഷം. പക്ഷേ അങ്ങനെയല്ല, അതിനൊരു കാരണം എന്തോരം കാണും. കൃത്യമായിട്ടുള്ളൊരു ജിയോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാരണം തീർച്ചയായിട്ടും ഉണ്ടാകാൻ എപ്പോഴും നമ്മൾ ഈ പുറമേ നമ്മൾ എന്ത് കേൾക്കുന്നു അതിനെ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്.
ഇതുപോലുള്ള കാര്യങ്ങൾ ഏത് തന്നെ ആയാലും ശരി, പൊളിറ്റിക്സിലെ ഏത് കാര്യമായാലും ശരി, ഇപ്പം ഒരു രാജ്യത്തിൻ്റെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ US റിലേഷൻ ഇത്രയും മോശമാകുമ്പോൾ തീർച്ചയായിട്ടും ട്രംപ് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ടാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെ കേൾക്കുന്നതായിരിക്കത്തില്ല സത്യം. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ വേറെ കാരണങ്ങളുണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അറിയുക എന്നുള്ളതാണ് നമുക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ഇനി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ സൗദി പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചുള്ള ആശങ്ക എന്ന് പറഞ്ഞത്. സൗദി അറേബ്യ പാകിസ്ഥാന്റെ പക്ഷത്ത് ചേർന്ന് ഇന്ത്യ ആക്രമിക്കുമോ? കാരണം ഈ പാക്ട് അനുസരിച്ച്, പ്രതിരോധ കരാർ അനുസരിച്ച് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അത് സൗദിക്കെതിരെയുള്ള യുദ്ധമായിട്ട് സൗദി കണക്കാക്കുകയും പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്നാണ് അവരുടെ പ്രതിരോധ കരാറിൽ പറയുന്നത്. അതിൽ ഇസ്രായേൽ സൗദി ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ സൗദിയോടൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും എന്നാണ് കരാർ അനുസരിച്ച് പാലിക്കപ്പെടേണ്ട നിയമം എന്ന് പറഞ്ഞാൽ. പ്രതിരോധ കരാറിലെ എല്ലാ വ്യവസ്ഥകളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ ഇതുവരെ പുറത്തറിയാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരുടെയും സംശയം ഇതാണ്. കാരണം സൗദിയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. പഴയതിലും കൂടുതൽ വ്യാപകമായിട്ടുള്ള സാമ്പത്തിക അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെ തന്നെ നമ്മൾ ഇരു രാജ്യങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ ആക്രമിക്കാൻ വന്നാൽ, മറ്റൊരു തീവ്രവാദ പ്രവർത്തനം ഇന്ത്യയിൽ നടത്തിക്കഴിഞ്ഞ് ഇന്ത്യക്ക് ഒരുപക്ഷെ പാകിസ്ഥാനെതിരെ ഒരു മിലിറ്ററി അറ്റാക്ക് നമുക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂർ പോലെ, സൗദി പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമോ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇല്ല. അതിൻ്റെ സാധ്യത, ഇങ്ങനൊരു കാര്യത്തിനുള്ള സാധ്യത വിദൂരമാണെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. കാരണം സൗദിയുടെ ലക്ഷ്യം ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ, എനർജി സെക്ടറിലൊക്കെ തന്നെ കൂടുതൽ ബന്ധങ്ങൾ ശക്തമാക്കാനും സുദൃഢമാക്കാനും അതിനെ വ്യാപിപ്പിക്കാനും ഒക്കെയാണ് സൗദിയുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു ലക്ഷ്യവുമായി സൗദി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലല്ല പാകിസ്ഥാനായിട്ട് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും ആയിരിക്കണം സൗദി ഉദ്ദേശിക്കുന്ന അവരുടെ എനിമി, അല്ലെങ്കിൽ അവർക്ക് സാധ്യതയുള്ള, പിന്നെ പാകിസ്ഥാന്റെ ഹെൽപ്പ് വേണ്ട ഒരു ആവശ്യം ഒരുപക്ഷെ ഈ രണ്ട് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പലതരത്തിലുള്ള നിലപാടുകൾ, പ്രതിരോധപരമായിട്ടുള്ള നിലപാടുകൾ, അവരുടെ ആക്ഷൻസ്, റിയാക്ഷൻസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പല രാജ്യങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറം അവർക്കൊരു ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കടന്നാക്രമണം ഏത് രാജ്യത്തിനെതിരെ എപ്പോഴും ഉണ്ടാകാം എന്നുള്ളൊരു ആശങ്ക ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ പുതിയതായിട്ടുള്ള, കാരണം അമേരിക്കയെ എത്രത്തോളം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതോട് വലിയൊരു വിഷയമാണ്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ഖത്തറിൽ ഉണ്ടായിട്ട് തന്നെ ഇസ്രായേലിനെ കൊണ്ട് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ ഒരിക്കലും ഖത്തറിൽ ഇസ്രായേൽ കൊണ്ട് ബോംബെടുത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ ഈ പറഞ്ഞൊരു കാര്യം കൊണ്ട് ഇന്ത്യയെ പിണക്കുവാൻ സൗദി അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കത്തില്ല എന്നതാണ് പൊതുവെ നമുക്ക് വിദഗ്ധ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യക്ക് സൗദിയെ എനർജിക്കൊക്കെ വേണ്ടതുപോലെ തന്നെ സൗദിക്ക് തീർച്ചയായിട്ടും ഇന്ത്യയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് വ്യാപാര കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെയുള്ള നിലപാടല്ല സൗദിയുടെ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യാപാര പങ്കാളിത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇരു രാജ്യങ്ങളും ഇന്ത്യയുടെ 4ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ചൈന കഴിഞ്ഞാൽ സൗദിയുമായിട്ട് ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്ന രാജ്യം ഇന്ത്യയാണ്. കഴിഞ്ഞ വർഷം $41.88 ബില്യൺ, ഏകദേശം $3.69 കോടി രൂപയുടെ വ്യാപാരം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നടന്നിട്ടുണ്ട്. പാകിസ്ഥാനുമായി സൗദിക്കുള്ളത് ഏകദേശം $3 ബില്യൺ മാത്രമാണ്, ഏകദേശം 26,000 കോടി രൂപ.
അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെയുള്ള ശക്തമായിട്ടുള്ള ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. അത് ഇന്ത്യയും സൗദിയും തമ്മിൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്, നടത്തുവാനുള്ള പ്ലാൻ സൗദി അറേബ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള നിലപാടായിട്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നിലപാട് സൗദി എടുക്കാനുള്ള സാധ്യതയും ഇപ്പില്ല. ഇനിയും സൗദി അറേബ്യ ഇനിയും അങ്ങനെ വല്ല ഒരു നിലപാട് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യക്കത് വലിയ വിഷയമല്ല. കാരണം ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുമ്പിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ, പാകിസ്ഥാനെ സഹായിക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാനെ കൂടുതൽ എന്നാ പ്രതിരോധപരമായിട്ടുള്ള ശക്തി അവർക്ക് കൂടുതൽ വന്നാൽ കുറച്ച് പൈസ കൊടുക്കാൻ സാധിക്കും, അത്രേ ഉള്ളായിരിക്കും. അല്ല അതിനപ്പുറത്ത് സൗദി അറേബ്യക്ക് പാകിസ്ഥാനെ ഒന്നും ഒരു രീതിയിലും സഹായിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു ആശങ്കയോ തലവേദനയൊന്നും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ലക്ഷ്യം ഇവർ തമ്മിലുള്ള കാരണം ഇസ്രായേലിൻ്റെ അറ്റാക്കിൻ്റെ റഡാറിൽ അല്ലെങ്കിൽ ഇപ്പോഴും ടർക്കി, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോഴും ഒക്കെ തന്നെ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ പവർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ലക്ഷ്യം പാകിസ്ഥാനെതിരെ ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ളൊരു നിലപാട് പാകിസ്ഥാൻ ഇപ്പോഴും ഉണ്ട്. ഇതുവരെ ഇസ്രായേൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. എങ്കിൽ തന്നെയും പണ്ട് ഇന്ത്യ അത് സമീപിച്ചതാണ്. ഇന്ത്യ എയർബേസ് കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ബോംബ് ചെയ്യാൻ സഹായിക്കാമെന്നും പറഞ്ഞ് ഇസ്രായേൽ ഇന്ത്യ അപ്രോച്ച് ചെയ്തതാണ്. പക്ഷേ ഇന്ത്യ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം ആ ഒരു പ്രോജക്റ്റ് നമുക്ക് നട നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പം ഈ പാകിസ്ഥാനും സൗദിക്കും ഒരുപോലെ തന്നെ ഭീഷണിയാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സൗദിയേക്കാളിൽ കൂടുതൽ പാകിസ്ഥാൻ ഇസ്രായേലിൻ്റെ അറ്റാക്കിൻ്റെ റഡാറിൽ ഉണ്ട് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. പശ്ചിമേഷ്യയിൽ, അതായത് മിഡിൽ ഈസ്റ്റിലെ ന്യൂക്ലിയർ വെപ്പൺസ്, ന്യൂക്ലിയർ ബോംബ്സ് ഉള്ള ഒരേ രാജ്യം ഇസ്രായേലാണ്. ഇറാന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒന്നും ആയിട്ടില്ല. ഈ ഖത്തറിൽ ഇപ്പം നടത്തിയ ആക്രമണത്തോടെ പരസ്പര വൈര്യം മറന്ന് ഇറാനുമായിട്ട് സഹകരിക്കാൻ പോലും GCC രാജ്യങ്ങൾ ഒരു തീരുമാനമെടുത്തായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു ആണവായുധം ഉള്ള രാജ്യമായതുകൊണ്ട്, ആണവശക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ സഹായം തേടാൻ സൗദിക്ക് ഈ പറഞ്ഞൊരു കരാറിൽ കൂടെ സൗദി ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ സൗദിക്ക് ഭീഷണി നമ്മൾ യമനിൽ കണ്ടാണ്. യമനിലെ ഹൂത്തികളൊക്കെ തന്നെ വളരെയധികം ഭീഷണികൾ സൗദിക്ക് അല്ലെങ്കിൽ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെ നേരിടാനും പാകിസ്ഥാന്റെ സഹായം തേടാനുള്ള ആലോചന സൗദിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1967 സൗദിയിലെ സൈനികർക്ക് പരിശീലനം നൽകാനും അതുപോലെ തന്നെ 60 യമൻ, ഈജിപ്ത് യുദ്ധസമയത്തും പാക് സൈന്യം ഇടപെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ 2015 സൗദി UAE യമനിലെ ഹൂത്തികൾക്കെതിരെ ഉള്ള യുദ്ധം അല്ലെങ്കിൽ ആ തർക്കം രൂക്ഷമായപ്പോൾ പാകിസ്ഥാന്റെ സഹായം അവർ ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ അതിൽ തയ്യാറായില്ല എന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത്. UAEയും സൗദിയും യമനിൽ പോയിട്ട് ഹൂത്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അവർ പോയി യുദ്ധം ചെയ്തു. പക്ഷേ പാകിസ്ഥാന്റെ സഹായം അവർ അഭ്യർത്ഥിച്ചെങ്കിലും സൗദി പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്ന സഹായം നൽകിയില്ല. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം ബന്ധത്തിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് വളരെ തന്ത്രപൂർവ്വം അതിനകത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യം പാകിസ്ഥാനില്ല. കാരണം അത് പാകിസ്ഥാൻ്റെ തലവേദനയല്ല. പ്രതിരോധ കരാറിലെത്തിയതോടെ ഇനിയിപ്പം സൗദിയും പാകിസ്ഥാനും ഇങ്ങനെ ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ച് പരസ്പരം കക്ഷി ചേർന്നതുകൊണ്ട് ഇനി സൗദിക്കെതിരെ ഈ ഹൂത്തികൾ ഏതെങ്കിലും രീതിയിലുള്ള യുദ്ധം നടത്തുകയോ ഡ്രോൺ അറ്റാക്കോ മിസൈൽ അറ്റാക്കോ ഒക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് ഈ സംഘർഷത്തിൻ്റെ ഒരു ഭാഗമാകേണ്ടി വരും എന്നുള്ള കാര്യം ഇപ്പം ഇസ്രായേൽ മാത്രമല്ല, ഹൂത്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളും സൗദി ഇപ്പോഴും അത് സോൾവ് ആയിട്ടില്ല. തീർച്ചയായും യമനിലെ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് പല അറ്റാക്കുകളും സൗദി മണ്ണിലേക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സൗദിയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് ഹൂത്തികളെക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും.
എന്നുള്ള അവസ്ഥ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാൻ എത്രത്തോളം ഗുണകരമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങൾ അവർക്ക് സൗദിയുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ എമർജൻസി ഒക്കെ. കാരണം പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണല്ലോ, കാരണം ഇതുപോലുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുക അല്ലെങ്കിൽ പൈസ മേടിക്കുക എന്നുള്ളതാണല്ലോ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നല്ലേ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങളൊക്കെ സൗദിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ കഴിയും. അല്ലാതെ പ്രതിരോധപരമായിട്ട് സൗദിക്ക് പാകിസ്ഥാനെ ഒരു രീതിയിലും സഹായിക്കാൻ കഴിയില്ല, കാരണം അതിനുള്ള കപ്പാസിറ്റി ഒന്നും സൗദിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ തലവേദനയോ ആശങ്കയൊന്നും ഉണ്ടാവേണ്ട വിഷയമൊന്നുമല്ല, കാരണം ഇത് ഇന്ത്യക്കെതിരെയുള്ളൊരു പാക്റ്റ് അല്ല, പ്രതിരോധ കരാറല്ല. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോൾ സൗദി എന്തായാലും ഇടപെടാനോ അല്ലെങ്കിൽ പാകിസ്ഥാന് ഈ പറഞ്ഞ രീതിയിലുള്ള സൈനിക സഹായങ്ങൾ നൽകാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ എന്താണ് പറയുന്നത്, പഴയതിനേക്കാളും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദിക്ക് പാകിസ്ഥാനെ ചില കാര്യങ്ങളിൽ ആവശ്യം വേണം. അതുപോലെ തന്നെ ഇന്ത്യയും കൂടുതൽ ഈ പ്രതിരോധപരമായിട്ട് ഇന്ത്യ സൗദിയും തമ്മിൽ ബന്ധങ്ങളുണ്ട്. പല ഡിഫൻസ് എന്താണ് മിലിറ്ററി സെയിലൊക്കെ നമ്മൾ സൗദിക്ക് നടത്തുന്നുണ്ട്. വെപ്പൺസ് ഒന്നും അല്ലെങ്കിൽ തന്നെയും ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൗദിയുമായിട്ട് ചില കരാറുകളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രതിരോധ മേഖലയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ കണക്കെടുക്കുമ്പോൾ സൗദി എന്തായാലും പാകിസ്ഥാനായിട്ടുള്ള ഈ ഒരു പ്രതിരോധ കരാറ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഇതുപോലുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് കരുതലോടെ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രത്യേകിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. സൗദിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ സൗദി പൂർണ്ണമായിട്ടും ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാകിസ്ഥാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വികാസമാണ്. അപ്പോൾ ഇനി ഒരു പക്ഷേ നമുക്കറിയത്തില്ല, മറ്റ് രാജ്യങ്ങൾ സൗദിയുടെ ചുവട് പിടിച്ച് ഈ പറഞ്ഞ GCCയിലുള്ള മറ്റേതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് ഇതുപോലുള്ള സമാനമായിട്ടുള്ള ഒരു പ്രതിരോധ കരാറിൽ അല്ലെങ്കിൽ ഡിഫൻസ് പാക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം, ഡിഫൻസ് എഗ്രിമെൻറ്റ്, സെക്യൂരിറ്റി എഗ്രിമെൻ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി മിലിറ്ററി അസിസ്റ്റൻസ് സൗദിക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ച് എന്തായാലും സൗദിക്ക് പ്രത്യേകിച്ചുള്ളൊരു കോൺട്രിബ്യൂഷൻ ഒന്നും പാകിസ്ഥാന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതിൻ്റെ ആവശ്യമില്ല, സൗദിയിൽ നിന്നും അതിൻ്റെ ആവശ്യമില്ല. പാകിസ്ഥാന് പിന്നെ ആവശ്യമുള്ളത് മോണിറ്ററി ഇക്കണോമിക്കായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങളൊക്കെ തന്നെ സൗദിയുടെ ഭാഗത്തു നിന്ന് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഈ പ്രതിരോധ കരാറിൽ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമല്ല. ആകപ്പാടെ അറിയാൻ പറ്റുന്നത് ഏതെങ്കിലും രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് ചേർന്ന് നിന്ന്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു സൗദിക്കെതിരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ അത് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കെടുത്തുകൊണ്ട് പാകിസ്ഥാൻ സൗദിയുടെ ഒപ്പം നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും. അതുപോലെ തിരിച്ചും എന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ഇതിനകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസോ അല്ലെങ്കിൽ മറ്റ് എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ ഉള്ളടക്കം ഈ പ്രതിരോധ കരാറിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അത് പുറത്ത് വരികയും നമുക്കത് അറിയാനും സാധിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.